കാവ്യാമൃതം കാവ്യാമൃതം കാവ്യാമൃതം. ഭാരതം മുഴുവൻ പ്രസിദ്ധരായ മലയാളി എഴുത്തുകാരിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള മാധ്യമ വിചാരകനാണ് TJS ജോർജ്. അദ്ദേഹത്തിൻ്റെ ഒറ്റയാൻ എന്ന പ്രബന്ധ സമാഹാരത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. വളരെ പ്രശസ്തരായ ഒട്ടനവധി ആളുകളുടെ കഥകൾ അദ്ദേഹം അവതരിപ്പിക്കുന്നു. അതിൻ്റെ തുടർച്ചയിൽ ചിലർ ഒരു ദേശത്ത് മാത്രം പ്രസിദ്ധരായ ആളുകളുണ്ട്. മറ്റു ചിലർ ദേശം വിട്ട് 1-2 സംസ്ഥാനങ്ങളിലേക്ക് പ്രശസ്തി വ്യാപിപ്പിച്ചിട്ടുണ്ട്. രാജ്യം മുഴുവൻ പ്രശസ്തരായിട്ടുള്ള ആളുകളുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പോലും ഏതാനും കാലം കഴിയുമ്പോൾ ആളുകളുടെ മനസ്സിൽ നിന്നും സാവകാശം മാഞ്ഞു പോകുന്നു. ചിലരുടെ മരണസമയത്ത് ഒരുപക്ഷെ ആ രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആൾക്കൂട്ടം വന്നിട്ടുണ്ടാവാം. പക്ഷേ അധികം കാലം കഴിയുന്നതിന് മുൻപ് തന്നെ അവർ വിസ്മൃതിയിലേക്ക് മറയുകയാണ്. എന്നാൽ അങ്ങനെ മറയാത്ത ലോകത്തിൻ്റെ നെറുകയിലേക്ക്, ലോകത്തിൻ്റെ ഹൃദയത്തിലേക്ക് സ്വയം പറിച്ചു നടപ്പെട്ട ജീവിതങ്ങളെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചിലരെ മാത്രം ലോകം സ്വന്തമാക്കി സൂക്ഷിക്കുക? ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ ഏറെ ആത്മീയമായ നിറവ് കണ്ടെത്തുന്നത് അവിടുന്ന് സ്വന്തം ശരീരവും രക്തവും ലോകത്തിന് മുഴുവനായി മുറിച്ച് വിഭജിച്ച് നൽകിയ നിമിഷമാണ്. ഈശോയെ അടുത്തറിയുവാൻ ലഭിക്കുന്ന ഓരോ നിമിഷത്തിലും ആ അറിവിൻ്റെ വ്യാപ്തി, ആഴവും ഉയരവും വീതിയുമൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് വ്യത്യസ്തമായ വഴികളിലൂടെയാണ്. ഒരുപക്ഷെ കാവ്യാമൃതത്തിലെ ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുവാൻ പോകുന്ന ഗാനങ്ങൾ അത് ഈശോയെ കുറച്ചുകൂടി അറിയുവാനും അവിടുത്തെ ആത്മീയമായ ദർശനങ്ങൾ അല്പം കൂടി ഉൾക്കൊള്ളുവാനും നമ്മളെ സഹായിച്ചേക്കാം. കാവ്യാമൃതത്തിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 1979 തളിർമാല്യം എന്ന സംഗീതാൽബത്തിന് വേണ്ടി ഫാദർ മാത്യു മുത്തേടം എഴുതിയ മനോഹരമായ വരികൾക്ക് ജസ്റ്റിൻ പനക്കിലച്ചനാണ് ഈണം നൽകിയത്. യേശുവേ വരദാന വാരിധി. ഒരുപക്ഷെ മലയാളികളുടെ മനസ്സിൽ എന്നെന്നും ഓർമ്മിക്കുവാൻ തക്കവിധം ദാസേട്ടൻ ആലപിച്ചുണർത്തിയ അതിമനോഹരമായ ഒരു ഗാനം. യേശുവേ വരദാന വാരിധി, മാനവ പ്രാർത്ഥന കേൾക്കണമേ. സുന്ദരമായ ഈ രചന, ആ ഓരോ വരികളിലും പ്രാർത്ഥനയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇന്നും ആ വരികൾക്കനുസരിച്ചുള്ള ചേർന്നു പോകുന്ന ഈണം നൽകിയ മനോഹരമായ ഈ ഗാനം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത്. മനസ്സ് വേദന കൊണ്ട് പിടയുമ്പോൾ, മറ്റാരും ആശ്രയമില്ല എന്ന് വിചാരിച്ച് പോലും നമ്മുടെ മനസ്സ് ഇടറുമ്പോൾ, നിനക്ക് മുന്നിൽ ഒരു പ്രകാശഗോപുരം പോലെ ഈശോയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മാത്യു മുത്തേടവച്ചൻ്റെ ഈ വരികൾ അനശ്വരമാക്കിയത് ദാസേട്ടനാണ്. മലയാളത്തിൻ്റെ പ്രിയ ഗായകൻ യേശുദാസ് പാടിയ ഈ ഗാനം കാവ്യാമൃതത്തിന് വേണ്ടി ആലപിക്കുന്നത് KL ആൻ്റണിയാണ്. ഈ ഗാനം പ്രാർത്ഥനാപൂർവം നമുക്ക് കേൾക്കാം. യേശുവേ വരദാന വാരിധേ, മാനവ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ കരുണാസാഗരമേ, പാരിൻ പ്രാർത്ഥന കേൾക്കണമേ. പാരിൻ പ്രാർത്ഥന
മാനസവീതിയിൽ വേദന തിങ്ങി മാനവരഴലിൽ അലയുന്നു. മാനസവീതിയിൽ വേദന തിങ്ങി മാനവരഴലിൽ അലയുന്നു. ഹൃദയകവാടം തുറക്കുക നീ, ഹൃദയവികാരം കാണുക നീ. ഹൃദയകവാടം തുറക്കുക നീ, ഹൃദയവികാരം കാണുക നീ. യേശുവേ വരദാന വാരിധേ, മാനവ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹവികാരം ഇതളുവിരിക്കും ജീവിതമലരുകൾ കാലമിതിൽ. സ്നേഹവികാരം ഇതളുവിരിക്കും ജീവിതമലരുകൾ കാലമിതിൽ. പാപികൾ ഞങ്ങൾ പാവനപാതേ, പാരിൽ നൽകും കാഴ്ചയിതാ. പാപികൾ ഞങ്ങൾ പാവനപാതേ, പാരിൽ നൽകും കാഴ്ചയിതാ. യേശുവേ വരദാന വാരിധേ, മാനവ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ കരുണാസാഗരമേ, പാരിൻ പ്രാർത്ഥന കേൾക്കണമേ. പാരിൻ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ വരദാന വാരിധേ, മാനവർ പ്രാർത്ഥന കേൾക്കണമേ. കാവ്യാമൃതം. ദൈവം നമുക്ക് നൽകാത്തതായിട്ട് എന്തുണ്ട്? ദൈവം നൽകിയിട്ടുള്ളതിനെല്ലാം നന്ദി പറയുവാൻ നമുക്കാവുമോ? അവിടുത്തേക്ക് സ്തുതികൾ ആലപിക്കുവാൻ അല്ലെങ്കിൽ പിന്നെ നാവ് എനിക്ക് എന്തിനാണ്? മലയാളികൾ ഒരിക്കലും മറക്കാത്ത അതിമനോഹരമായൊരു ഗാനമാണ് തിരുനാമ കീർത്തനം പാടുവാൻ അല്ലെങ്കിൽ നാവ് എനിക്ക് എന്തിനു നാഥ. മൈക്കിൾ പനച്ചിക്കിലച്ചൻ്റെ സുന്ദരമായ വരികൾക്ക് സണ്ണി സ്റ്റീഫനാണ് ഈണം പകർന്നിരിക്കുന്നത്. ധ്യാന കേന്ദ്രങ്ങൾ മാത്രമല്ല, നമ്മുടെ ഓരോ കുടുംബങ്ങളിലും പ്രാർത്ഥനാവേളകളിലും എന്നും ധന്യതയായി ഒഴുകി നടക്കുകയാണ് ഈ ഗാനം. ക്രൈസ്തവർ മാത്രമല്ല, അക്രൈസ്തവർ പോലും ഏറെ താല്പര്യത്തോടു കൂടി ഏറ്റുപാടുന്ന ഈ ഗാനത്തിൻ്റെ വരികൾ അത്രമാത്രം ഹൃദ്യമാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ പ്രകൃതിയോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, രാത്രിയുടെ താരസ്വനങ്ങളെ തിരിച്ചറിയുവാൻ ഈ ഗാനം ഇന്നും അനേകരെ പ്രചോദിപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടി ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് പ്രശസ്ത യുവഗായിക സെലിനാണ്. ഈ ഗാനം നമുക്ക് കേൾക്കാം.
അടുത്ത നാളിൽ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കുവാൻ പോയ ഒരു പ്രിയ സുഹൃത്തുണ്ട്. പോകുന്നതിന് മുൻപ് വളരെയേറെ മാനസിക വ്യഥ അനുഭവിച്ച് പ്രാർത്ഥിക്കണം എന്ന് പല പ്രാവശ്യം പറഞ്ഞ് കുടുംബത്തെ സമർപ്പിക്കണം എന്നോർമ്മിപ്പിച്ച് അദ്ദേഹം പോയി. തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു. വളരെ വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് അദ്ദേഹം തിരിച്ചു വന്നത്. ഈശോ തൻ്റെ ജീവിതത്തിലേക്ക് വന്നു, ഈശോയെ സ്വീകരിക്കുവാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിൻ്റെ ആഹ്ലാദമാണത്. ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ കഴിയുന്ന ആർക്കും അനുഭവിക്കുവാൻ കഴിയുന്നത് മറ്റാർക്കും പകരുവാൻ പറ്റാത്ത ആനന്ദമാണ്. അത് ദൈവികമാണ്. അത്തരത്തിലൊരു ആനന്ദം പകരുന്ന അതിമനോഹരമായൊരു ഗാനം വളരെ പ്രശസ്തനായ വൈദിക സഹോദരൻ തദേവൂസ് അരവിന്ദത്തച്ഛൻ എഴുതിയിട്ടുണ്ട്. സ്നേഹനാഥ യേശുവേ. സ്നേഹപ്രകാശം എന്ന ആൽബത്തിൽ ഡോക്ടർ KJ യേശുദാസ് പാടി അനശ്വരമാക്കിയ ഈ ഗാനം ഇന്ന് നമുക്ക് വേണ്ടി ആലപിക്കുന്നത് പ്രശസ്ത യുവഗായകൻ ഗാഗുൽ ജോസഫാണ്. ഒരു പഥികൻ്റെ മനസ്സിൻ്റെ ധൈര്യതയും ദൈവത്തോട് അടുക്കുവാനുള്ള അഗാധമായ അപാരമായ താല്പര്യവും അത് ഈ വരികളിലുണ്ട്. അത് നമ്മുടെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനാ ഗാനം വളരെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ നമുക്ക് കേൾക്കാം. സ്വാഗതം ചെയ്തു ഞാനിതാ. സ്നേഹനാഥ യേശുവേ നിന്നെ സ്വാഗതം ചെയ്തു ഞാനിതാ. ഹൃദയത്തിൻ കോവിലിൽ പ്രഭ തൂകും ദീപമായി നീ വരുമ്പോൾ ജീവിതം ധന്യമായി. സ്നേഹനാഥ യേശുവേ നിന്നെ സ്വാഗതം ചെയ്തു ഞാനിതാ. ശൂന്യതാബോധവുമതിൻ്റെ ശോകമാം ഭാവവുമണിഞ്ഞ് ശൂന്യതാബോധവുമതിൻ്റെ ശോകമാം ഭാവവുമണിഞ്ഞ് തളർന്നിടുമ്പോൾ തകർന്നിടുമ്പോൾ ഭീതിയേറിടുമ്പോൾ
കാവ്യാമൃതം. ഈശോ വരുന്ന ജീവിതങ്ങൾ എന്നും സന്തോഷവും സമാധാനവും പ്രത്യാശയും നിറഞ്ഞ ജീവിതങ്ങളാണ്. കൂരിരുട്ടിൽ വഴിയറിയാതെ ഇടറി നടക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും തമ്പുരാൻ്റെ പ്രതീക്ഷ നൽകുന്ന ഒരു വാക്ക് അത് നമ്മളെ പിടിച്ചു നടത്തിയേക്കാം. ജീവിതത്തിൽ ഉറങ്ങി തളർന്ന് ഇരിക്കുന്ന നമ്മളെ ഒരുപക്ഷെ അത് ഉണർത്തിയേക്കാം. പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും വളരെ സുന്ദരമായ ഓർമ്മകൾ ഉണർത്തുന്ന ഗാനങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. ഈശോയെ അനുഭവിക്കുവാൻ അവിടുത്തെ അനുഭവിച്ചവർ എഴുതി വച്ച വരികൾ, അതിന് പ്രാർത്ഥനാപൂർവം നൽകിയ ഈണങ്ങൾ, അത് കേൾക്കുന്ന ആരിലാണ് ഈ അനുഭവം ശാശ്വതമായ ദൈവാനുഭവമായി മാറാത്തത്? കാവ്യാമൃതത്തിൻ്റെ എപ്പിസോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് കേൾവിക്കാർ ഇന്നും പറയുന്ന വളരെ പ്രത്യേകത നിറഞ്ഞൊരു കാര്യമാണ്. പ്രാർത്ഥനാപൂർവമാണ് ഈ ഗാനങ്ങൾ അവർ കേൾക്കുക. ഇപ്പോൾ ഈ ഗാനങ്ങൾ കേട്ട നിങ്ങൾക്കും അതേ അനുഭവം ഉണ്ടാകുന്നു എന്നൊരു സംശയമില്ല. തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അനുകമ്പയുടെയും മുഖമാകുവാൻ, പ്രതീക്ഷയോടുകൂടി ജീവിതത്തിലെ ഏതൊരു പ്രശ്നത്തെയും അതിജീവിക്കുവാൻ നമുക്ക് ഈ ഗാനങ്ങൾ കരുത്തു പകരട്ടെ. ഈ ഗാനങ്ങൾ ആസ്വദിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം. മുഖരാം നമുക്കിനി നമ്മളിൽ തെളിക്കട്ടെ നിർമ്മല ഭാവങ്ങളും നന്മയും ആനന്ദവും നിത്യമീ കാവ്യാ